ഇന്നലെയായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ബജറ്റ് എന്നതുകൊണ്ട് തന്നെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് തന്നെയാണ് നേരത്തെയും പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിൽ ഏതാണ്ട് കേരളത്തിന്റെ സമഗ്ര മേഖലകളെയും പരിച്ഛേദത്തെയും ഒക്കെ പരാമർശിച്ചു പോകുന്ന സ്പർശിച്ചു പോകുന്ന ഒരു ബജറ്റായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചത് എന്നത് നമുക്ക് വ്യക്തമായതാണ്. അതിൽ രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് വിലയിരുത്തേണ്ട ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിനേറെ ഗുണകരമാകുന്ന നിരവധിയായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. അതിനൊക്കെ അപ്പുറം ചില രാഷ്ട്രീയം കൂടി അതിൽ കൃത്യമായി കാണുമ്പോൾ മതരാഷ്ട്രീയത്തിന് ഇത്തവണയും ചില ഇടം നൽകിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഒന്നായി മാറുന്നുണ്ടോ ക്ലീൻ പമ്പ എന്ന പദ്ധതി എന്ന സംശയമാണ് ഉയരുന്നത്. 30 കോടി രൂപ ആണ് ഈ പദ്ധതിക്ക് വേണ്ടി വിലയിരുത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ക്ലീൻ ഗംഗ മാതൃകയിൽ ആണ് പമ്പ നദിയുടെ നവീകരണത്തിന് വേണ്ടി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ആ പദ്ധതിയുടെ പ്രഖ്യാപനം എന്നത് നമുക്ക് ആദ്യമൊന്ന് കേട്ടുനോക്കാം. ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, ക്ലീൻ പമ്പ പദ്ധതി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. ഇതാണ് ഇന്നലത്തെ ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം. അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ക്ലീൻ ഗംഗ എന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു. അത് നമുക്കറിയാം. ഗംഗ എന്നത് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ആത്മീയതയുടെ ഭാഗമായി കാണുന്ന നദിയാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു പദ്ധതിയിലേക്ക് കേന്ദ്രം പോകുമ്പോൾ അത് വോട്ട് ബാങ്കായി മാറുന്നുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പമ്പാ നദിയുടെ പ്രത്യേകത എന്നത് പറയാം. അതിനു മുമ്പ് പമ്പയിലൂടെ ഒഴുകുന്ന രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലീൻ ഗംഗ പദ്ധതിക്ക് 30 കോടി രൂപ ആണ് ഈ ബജറ്റിൽ സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പദ്ധതിക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്നതാണ്. ബജറ്റ് പ്രഖ്യാപനം നടന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിന് ഇടയിലായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടതുപക്ഷത്തിന് തിരിച്ചടിയുണ്ടായ പ്രധാനപ്പെട്ട വിഷയമെന്നത് ശബരിമല തന്നെയായിരുന്നു. അല്പസമയം മുമ്പായിരുന്നു മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ വാക്കുകൾ നമ്മൾ കേട്ടത്. അവിടെ വലിയ തിരിച്ചടിയൊന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ പോലും ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം K.N. ബാലഗോപാലുമായി സംസാരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നിരവധി വികസന പദ്ധതികൾ ഉണ്ടായിരുന്നു, ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും വോട്ടായി മാറിയില്ല എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിൽ പമ്പാ നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് ആസൂത്രണം നൽകുമ്പോൾ തീർച്ചയായും ശബരിമലയ്ക്ക് വേണ്ടി പലപ്പോഴായി തുക സർക്കാരുകൾ പല ബജറ്റിലായി മാറ്റിവെക്കാറുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. എങ്കിൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കേന്ദ്ര സർക്കാരിന് എതിരെ G. സുകുമാരൻ നായർ, NSSന്റെ ജനറൽ സെക്രട്ടറി, അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഡേറ്റയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത്. അങ്ങനെ സുകുമാരൻ നായർ വളരെ കൃത്യമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രഖ്യാപനം കേന്ദ്രത്തെ NSS വിമർശിക്കുന്നതിന് ഇടയിലാണ്. എന്താണ് ശബരിമലയ്ക്ക് വേണ്ടി ചെയ്തത് കേന്ദ്ര സർക്കാർ എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ പമ്പാ നദിയുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് 30 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്നതാണ്. അത് തീർച്ചയായും ഹൈന്ദവ വോട്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ, ശബരിമല ഉണ്ടാക്കിയ ഒരു ക്ഷീണം അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം എന്നത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായി ഇതിനെ പൊതുവെ വിലയിരുത്തിയാൽ അത് തള്ളിക്കളയാനാകില്ല എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിവാദ വിഷയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഞാൻ ശ്രീജിത്തിലേക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, രണ്ട് കാര്യങ്ങളായിരുന്നു ഈ ബജറ്റിൽ പമ്പയുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിൽ ഒന്ന്, ഈ പമ്പാ നദിയുടെ തീരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഈ അയ്യപ്പ ഭക്തർ തന്നെ വലിയ തോതിൽ മാലിന്യം സൃഷ്ടിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവർ ആചാരത്തിൻ്റെ ഒന്നും ഭാഗമല്ല എങ്കിൽ പോലും കറുപ്പുടുത്ത വസ്ത്രം അത് ഈ നദിയിലൂടെ ഒഴുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നദി ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. മറ്റൊന്ന് മാരാമൺ കൺവെൻഷനാണ്. ഞാൻ അതിലേക്ക്, ഈ മാരാമൺ കൺവെൻഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പദ്ധതിയിലൂടെ ഹൈന്ദവ വോട്ടുകളെ സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്ന നിരീക്ഷണം ചിലരെങ്കിലും ഉയർത്തുന്നുണ്ട്.
അഭിലാഷ്, അത് ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നടത്തിയ പരാമർശങ്ങളാണ്. BJPയെ വിമർശിച്ചുകൊണ്ട് ഏറ്റവും ഗൗരവമായി അതിരൂക്ഷമായ ഭാഷയിൽ G. സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടിയത് പമ്പയിലെ മാലിന്യത്തെക്കുറിച്ചായിരുന്നു. ആ മാലിന്യത്തിന് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു? ഗംഗാ ശുചീകരണം, അവിടെ ആളുകൾ മലിനപ്പെടുത്താതിരിക്കാൻ നദികൾക്ക് കാവൽ നിൽക്കുന്ന സാഹചര്യം പോലും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം പുണ്യനദി എന്ന് ഹൈന്ദവ വിശ്വാസികൾ കരുതുന്ന ഒരു നദിയാണ് പമ്പ നദി. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ BJP ഒന്നും ചെയ്തില്ല. എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അവിടെ തന്നെ ചർച്ചയായതാണ് സുകുമാരൻ നായരുടെ വാക്കുകൾ ഈ പമ്പ നദി ശുചീകരണത്തെക്കുറിച്ചുള്ളത്. അവിടെയാണ് വീണ്ടും സംസ്ഥാന സർക്കാർ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പമ്പ ശുചീകരണം എന്ന പേരിലൊരു തുക വകയിരുത്താൻ തയ്യാറായത് എന്നുള്ളതാണ്. അതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ ചേർത്ത് കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ പല പത്രസമ്മേളനങ്ങളും G. സുകുമാരൻ നായർ കേന്ദ്രത്തെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും ഒക്കെ പല കാര്യത്തിലും വിമർശിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് CPM-നോടൊരു മൃദു നയമാണുള്ളത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചപ്പോഴും പറഞ്ഞത്, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു തരുന്നുണ്ട് എന്നത്. അതായത് സർക്കാരിനോടൊരു മൃദു സമീപനവും ഒരു മെച്ചപ്പെട്ട സർക്കാരാണ് എന്നതടക്കം ചൂണ്ടിക്കാണിക്കും. ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ഒരു ഭരണമാറ്റം എന്ന വലിയ പ്രതീതിയാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉണ്ടായത്. പക്ഷേ G. സുകുമാരൻ നായരുടെ അഭിപ്രായം അങ്ങനെയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയാണ്. ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ എന്താ പറയുക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു തരത്തിലും അത് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും അങ്ങനെയൊക്കെ ഒരു മൃദു സമീപനം നമ്മൾ കണ്ടതാണ്. അവിടെയാണ് G. സുകുമാരൻ നായരുടെ വാക്കുകൾ വളരെ വൈറലായി സാമൂഹിക മാധ്യമങ്ങളടക്കം വൈറലായ ഒരു സമയത്താണ് ഇങ്ങനൊരു പ്രഖ്യാപനം ഫലത്തിൽ ബജറ്റിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. തീർച്ചയായും പമ്പ നദി ശുചിയില്ലാതെ കിടക്കുന്നത്, പ്രത്യേകിച്ച് പമ്പ ഭാഗത്ത് ശബരിമലയുടെ ഒരു സ്നാനഘട്ടം എന്ന നിലയിൽ പമ്പ അവിടെ ശുചി ഇല്ലാതെ കിടക്കുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഭക്തരെ സംബന്ധിച്ച്. ഒരുപാട് ആളുകൾ അവിടുത്തെ മാലിന്യ പ്രശ്നം കാരണം തന്നെ ആ നദിയിൽ മുങ്ങാതെ പോകുന്നു. പമ്പാ സ്നാനം ആചാരത്തിൻ്റെ ഭാഗമാണ്. പല അനാചാരങ്ങളും, ഈ വസ്ത്രം അവിടെ ഉപേക്ഷിച്ച് അടക്കമുള്ള അനാചാരങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ കൊണ്ട് തന്നെ അതൊരു ശുചിയില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അത്തരം പല പ്രശ്നങ്ങളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത് വളരെ തന്ത്രപരമായ ഒരു പ്രഖ്യാപനമാണ് എന്ന് തന്നെ കാണേണ്ടി വരും. അത് ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് NSS-നെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു നീക്കം കൂടിയാണ് എന്നും വേണം കാണാൻ. തീർച്ചയായും അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ NSS SNDP ഐക്യനീക്കം ഉണ്ടായിരുന്നു. അത് സഖ്യം പൊളിഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു ഐക്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക സ്വാഭാവികമായും ഇടതുപക്ഷത്തിനായിരുന്നു. അത് പൊളിഞ്ഞ ഒരു സാഹചര്യം ഉണ്ട്. NSS എന്നതിന് ഒപ്പം തന്നെ ഹൈന്ദവ വോട്ടുകൾ കൂടുതലായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതവർ മനസ്സിലാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അല്ലായെങ്കിൽ പരാജയപ്പെടുമെന്ന ഒരു വിലയിരുത്തൽ ഉണ്ട്. അത് BJPയിലേക്ക് ഒഴുകുന്നത് അപകടകരമാണ് എന്ന സാഹചര്യം ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ തിരുനാവായിൽ അടക്കം നടക്കുന്ന കുംഭമേളയ്ക്ക് സമാനമായ ചടങ്ങ്, അതൊക്കെ ഒരു സംഘപരിവാർ അജണ്ടയുടെ കൂടെ ഭാഗമാണ് എന്ന് എതിരാളികൾ വിലയിരുത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. അവിടേക്ക് വലിയ ഒഴുക്ക് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ പമ്പയ്ക്ക് ഇത്തരത്തിലൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടുതൽ തുക അനുവദിക്കുമ്പോൾ NSS-നോടൊപ്പം തന്നെ ഇതര ഹൈന്ദവ വിഭാഗങ്ങളെയും ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമമുണ്ടോ ശ്രീജിത്ത്? ഇന്നലെയായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചത്. ധനമന്ത്രി എന്ന നിലയിലുള്ള 6ാമത്തെ ബജറ്റായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പല പ്രഖ്യാപനങ്ങൾ ആ ബജറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മത സാമുദായിക സംഘടനകളെ അടക്കം തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് എന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ക്ലീൻ പമ്പ പദ്ധതിയുടെ ഭാഗം ആയി 30 കോടി രൂപ ആ പ്രൊജക്റ്റിനു വേണ്ടി മാറ്റിവെക്കുന്നത്. പമ്പയുടെ പ്രാധാന്യം എന്നത് അറിയാം. ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം പുണ്യനദി എന്ന നിലയിലാണ് പമ്പയെ കാണുന്നത്.
കേന്ദ്ര സർക്കാർ ഗംഗാ ക്ലീനിങ്ങിന് വേണ്ടി എങ്ങനെയാണോ പണം ചെലവാക്കിയത് അതിന് സമാനമായ തരത്തിലുള്ള ഒരു പദ്ധതിയായി ഇതിനെ കാണേണ്ടി വരുന്നു എന്നതാണ്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചത് NSS ഉയർത്തിയ വിമർശനം, അത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമായിരുന്നു. പിന്നീടുണ്ടായ ഐക്യനീക്കം നമുക്കറിയാം SNDPയുമായി, അത് പൊളിഞ്ഞുപോയ സാഹചര്യമുണ്ട്. ഹൈന്ദവ വോട്ടുകൾ, പ്രത്യേകിച്ച് അടിസ്ഥാന വോട്ടുകൾ ചോർന്നാൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തൽ. അങ്ങനെ കണക്കാക്കുമ്പോൾ ശ്രീജിത്ത്, ഇതിൽ NSS മാത്രമാണോ ഇതര ഹൈന്ദവ വിഭാഗങ്ങളുടെ അടക്കം പിന്തുണ ഇത്തരം പ്രഖ്യാപനങ്ങളിലൂടെ ആർജിക്കാം എന്നുകൂടി ഇടത് സർക്കാർ കണക്കിലാക്കുകയാണ്? തീർച്ചയായും അങ്ങനെ ഒരു നീക്കം ഉണ്ട് എന്ന് കരുതേണ്ടി വരും. പക്ഷെ അഭിലാഷ, ഇത് വളരെ ചെറിയൊരു തുകയാണ്. പമ്പ നവീകരണം അല്ലെങ്കിൽ ശുചീകരണം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ തുക വേണ്ടതൊക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഗംഗ ശുചീകരണ പദ്ധതിയൊക്കെ കോടികൾ ചെലവാക്കിയാണ് അങ്ങനെ ഒരു പദ്ധതിയിലേക്കൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു തുടക്കം ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇതിനൊപ്പം ഉണ്ട് എന്ന് ഒരു ശ്രമം വരുത്താൻ ശ്രമിക്കുന്നു. അതായത് അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനത്തിനായി ശ്രമിക്കുന്നു, ഇപ്പോൾ മാസ്റ്റർ പ്ലാനിനായി തുക അനുവദിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ പ്രതിപക്ഷ വിമർശനമുണ്ട്. വളരെ ചെറിയ തുകയാണ് അനുവദിച്ചത്, കഴിഞ്ഞ തവണ അനുവദിച്ച തുക ചെലവാക്കിയില്ല, വളരെ ഇപ്പോഴും ബില്ലുകൾ പെൻഡിംഗ് ആണ്, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഇതിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ ഒരു ശ്രമം നടത്തുന്നു ഈ സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കേവലം NSSനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ല, ഹൈന്ദവ സംഘടനകൾക്കിടയിലെ ഒരു പ്രബല സംഘടന എന്ന നിലയിൽ NSSന്റെ അഭിപ്രായം ഒരുപക്ഷെ പലരിലും സ്വാധീനം ചെലുത്തിയേക്കാം എന്ന കണക്കുകൂട്ടൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുണ്ട് എന്ന് വേണം കാണാൻ. എന്തായാലും അതുകൂടി മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കണം ഇങ്ങനൊരു പ്രഖ്യാപനത്തിലേക്ക് പോയത് എന്ന് തന്നെ. ഇപ്പോൾ ശബരിമല വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അത് നായർ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. ജാതി മതഭേദമന്യേ ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്തുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാമജപ ഘോഷയാത്രകളിലടക്കം മറ്റു മതസ്ഥർ പോലും പന്തളത്തെ ഘോഷയാത്രയിലൊക്കെ പങ്കെടുത്തു. അങ്ങനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരു പ്രഖ്യാപനം എന്നതിനപ്പുറത്തേക്ക് ഇനിയുള്ള മാസങ്ങളിൽ എത്രത്തോളം നടക്കുമെന്ന സംശയം എതിരാളികൾ ആരോപണമായി ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പമ്പ ശുചീകരണത്തിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഫലത്തിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പമ്പ ശുചീകരിക്കേണ്ടത് അത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേന്ദ്രം ഇടപെട്ടായാലും സംസ്ഥാനം ഇടപെട്ടായാലും ശുചീകരിക്കേണ്ടത് അവിടെ എത്തുന്ന ഭക്തർക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമായി മാറും. കാരണം അത്രത്തോളം മലിനമാണ് പമ്പ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഭിലാഷ്, തീർച്ചയായും. അതോടൊപ്പം തന്നെ ശ്രീജിത്ത്, ഇതിൽ ചേർത്ത് വെക്കേണ്ട ഒന്ന്, ഈ ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പോയ മറ്റൊന്നു കൂടിയുണ്ട്. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ തീരത്താണ് എന്നതാണ്. അപ്പോൾ മാരാമൺ കൺവെൻഷന്റെ പ്രത്യേകതയും നമുക്കറിയാം, അത് ബജറ്റിൽ പരാമർശിച്ച് തന്നെയാണ് പോകുന്നത്. ബജറ്റിൽ പമ്പയുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ നിരവധി ക്രൈസ്തവ വിശ്വാസികൾ എത്തുന്ന, ഒരു പക്ഷേ ആയിരക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ എത്തുന്ന കൺവെൻഷൻ ആണ് എന്നത് നമുക്കറിയാം. അതുകൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നോക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നുണ്ട്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോട് UDFിലേക്ക് പോയിട്ടുണ്ട്. അത് ആണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ടതും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യതയായി മാറുന്നുണ്ട്. അങ്ങനെ കൂടി ഉള്ള ലക്ഷ്യം ഈ പ്രഖ്യാപനത്തിലുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും എല്ലാവരെയും ഒന്ന് തഴുകി പോകുക എന്നത് ഇതിൽ ഉദ്ദേശം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ നിഗമനം നടത്തേണ്ടി വരും. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷൻ ഒരു തുക നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് പമ്പയുടെ തീരത്താണ് കൺവെൻഷൻ നടത്തുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ കൂടി എടുത്തു പറയുന്നത് ഞങ്ങൾ അതിനുകൂടി വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നതെന്ന് തന്നെ വേണ്ടി വരും. ഒരുപക്ഷെ അദ്ദേഹം വിട്ടുപോയെന്ന് അതിനോടൊപ്പം തന്നെയുള്ളതാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ. അത് പമ്പയാറിന്റെ താഴെയാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നതെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് ഏതാണ്ട് 1-2 കിലോമീറ്ററിന് മുകളിലാണ്, അതും വിശാലമായ പമ്പ മണൽ തീരത്ത് തന്നെയാണ് ഹിന്ദുമത കൺവെൻഷൻ, ഏതാണ്ട് 100 വർഷത്തിലധികമായി നടക്കുന്ന ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്നത്. അവിടെ അതും പമ്പ തീരത്ത് തന്നെയാണ്. ഒരുപക്ഷെ അത്തരം ആളുകളെ കൂടി സ്വാധീനിക്കും. പക്ഷെ അതൊക്കെ അഭിലാഷ്, ഈ പറയുന്ന ചെറിയ തുക കൊണ്ട് അത് എത്രത്തോളം സാധ്യമാകുമെന്ന സംശയം ബാക്കിയാണ്. പ്രത്യേകിച്ച് പമ്പയുടെ ഏറ്റവും വലിയ മാലിന്യം
നിൽക്കുന്നത് അത് ത്രിവേണി ഉൾപ്പെടെയുള്ള പമ്പ എന്ന അതിൻ്റെ ഒരു മൂലസ്ഥാനമെന്ന് നമ്മൾ കരുതപ്പെടുന്ന ശബരിമലയിലേക്കുള്ള ആ ഒരു യാത്രയുടെ ഭാഗമായുള്ള ഭാഗത്ത് തന്നെയാണ്. അവിടുത്തെ ശുചീകരണമെങ്കിലും നടന്നാൽ ഒരുപക്ഷെ വിശ്വാസ സമൂഹത്തെ അത് വലിയ രീതിയിൽ ഒരു പരിധിവരെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പലയിടത്തും ഓരോ വർഷവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഇത്തവണയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് അവിടെ എത്തുന്ന സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് ഈ മകരവിളക്ക് പോലുള്ള ദിവസങ്ങളിൽ പോലും മാലിന്യത്തോട് ചേർന്ന് കിടക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. അവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ, അതിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ, ദുർഗന്ധങ്ങൾ, പോകുന്ന വഴിയിൽ കാനനപാതയാണ് അവിടെ ഉണ്ടാകുന്ന സാഹചര്യം, പമ്പയിൽ ഒന്ന് മുങ്ങിക്കുളിക്കാൻ പോലും ആകാത്ത നിലയിലുള്ള സാഹചര്യം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതായി അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സമഗ്രമായി ഒരു മാറ്റം മാസ്റ്റർ പ്ലാനിലൂടെ ഉണ്ടാക്കാനാണ് ഒരു പരിധിവരെ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ മുൻ സർക്കാരുകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു വലിയ മാറ്റം ഈ പമ്പ ഈ സ്നാനഘട്ടത്തിലെങ്കിലും ഉണ്ടായാൽ അത് അവിടെ എത്തുന്ന തീർത്ഥാടകരെ, പ്രത്യേകിച്ച് മലയാളികളാണ് പലപ്പോഴും ഈ മാലിന്യം കണ്ട് പോകുന്നത്. മറ്റ് വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഇത്രത്തോളം മാലിന്യമാണോ എന്നൊന്നും ചിന്തിക്കാതെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന നിലയിൽ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പമ്പാ സ്നാനം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മലയാളികളെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി മാറും അങ്ങനെ ഒരു മാറ്റമുണ്ടായാൽ എന്നതാണ് നമുക്ക് കരുതാൻ കഴിയുക. അഭിലാഷ്, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം തന്നെയാണ്. നിരവധിയായ അയ്യപ്പ വിശ്വാസികൾ ആണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്നത്. അതിൽ നിരവധിയായ മലയാളികളുണ്ട്, ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആളുകളുണ്ട്. എപ്പോഴും നമ്മൾ കേന്ദ്രത്തിന്റെ ആനുകൂല്യം എന്ന് പറയുന്നതിനപ്പുറത്ത് നമ്മുടെ സാധ്യതകൾ എന്തൊക്കെയെന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. 44 നദികളാൽ സമ്പന്നമാണ് നമ്മുടെ സംസ്ഥാനം. ആ നദികളെ ശുദ്ധീകരിക്കുകയും അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ ആത്മീയ ടൂറിസത്തിന് പോലും വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിനൊക്കെ അപ്പുറത്ത് പമ്പയെ പോലുള്ള ഒരു നദിയെ ശുദ്ധീകരിച്ചെടുക്കുക എന്നത് നമ്മുടെ ഭരണകൂടങ്ങൾ അല്ലാതെ തന്നെ ചെയ്യേണ്ട പ്രവൃത്തിയാണ് എന്നതുകൂടിയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അവിടെ മാരാമൺ കൺവെൻഷൻ പോലെയുള്ള മതപരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട് എങ്കിൽ മറ്റു നദികളും കഴിയുന്നത്ര നമ്മുടെ ജലാശയങ്ങൾ ശുദ്ധിയായി തന്നെ മുന്നോട്ട് പോകേണ്ടത്, ആ രീതിയിൽ പരിപാലിക്കേണ്ടത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഇതാ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.